ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും കുറച്ച് രസകരമായ ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ 10 സെക്കൻഡ് സമയമുണ്ട്. 5 സെക്കൻഡിനുള്ളിൽ ആൻസർ കണ്ടെത്തിയാൽ നിങ്ങൾ ബ്രില്യൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ബസ് പിന്നിൽ നിന്ന് തള്ളിയാൽ എന്ത് സംഭവിക്കും? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം എന്താണെന്ന് നോക്കാം. പിന്നെ ഒടിഞ്ഞു പോകും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ കൂട്ടുകാരെ? എപ്പോഴും നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയാത്തത് എന്താണ്? ഉത്തരം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫ്യൂച്ചറാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? തീയിൽ തുടങ്ങുകയും തീയിൽ അവസാനിക്കുകയും തീയാൽ നിറഞ്ഞിരിക്കുന്നതും എന്താണ്? കൂട്ടുകാരെ, ടീപോട്ടാണ്. നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദാഹിക്കുമ്പോൾ കുടിക്കാം, വിശക്കുമ്പോൾ കഴിക്കാം, തണുപ്പ് കാലത്ത് കത്തിക്കാം. എന്താണ്? ഉത്തരം എന്തായിരിക്കും കൂട്ടുകാരെ? നാളികേരമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഭരണം ഏതാണ്? ഏതായിരിക്കും ആ ഭരണം കൂട്ടുകാരെ? ആഭരണമാണ്. ആറാമത്തെ ചോദ്യം. ഒഴുകുന്ന അക്കം ഏതാണ്? എന്തായിരിക്കും? ആറാണ്. ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തായിരിക്കും കൂട്ടുകാരെ അത്? സ്വപ്നമാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ കൂട്ടുകാരെ? ഇംഗ്ലീഷുകാർക്ക് ഇത് ആയുധം, മലയാളികൾക്ക് ഇത് അറിയാത്തയാൾ. ഉത്തരം എന്താണെന്ന് നോക്കാം. ആരോയാണ്. ഒമ്പതാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കരിമ്പും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തായിരിക്കും വ്യത്യാസം കൂട്ടുകാരെ? ഉത്തരം കിട്ടിയോ? കരിമ്പ് നമ്മൾ കടിക്കും, ഉറുമ്പ് നമ്മളെ കടിക്കും.
10ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്നിൽ റിങ്ങുകളുണ്ട് പക്ഷേ വിരലുകളില്ല. ഉത്തരം ടെലിഫോണാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. എനിക്ക് ജീവനില്ല എങ്കിലും എൻ്റെ മരണം ഉറപ്പാണ്. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ ഉത്തരം എന്താണെന്ന് നോക്കാം. ബാറ്ററിയാണ്. 12ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു മാവിലുള്ള മാങ്ങ ഒരു കണ്ണുപൊട്ടൻ കൃത്യമായി എണ്ണിപ്പറഞ്ഞു. എങ്ങനെ? എങ്ങനെയായിരിക്കും എണ്ണിപ്പറഞ്ഞത് കൂട്ടുകാരെ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഒരു കണ്ണല്ലേ കാണാതുള്ളൂ. 13ാമത്തെ ചോദ്യം. എന്നെ മുറിക്കുമ്പോൾ നിങ്ങൾ പാട്ടുപാടും, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കും. ആരാണ്? ഉത്തരം ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ കൂട്ടുകാരെ. എനിക്ക് കണ്ണുണ്ട് കാഴ്ചയില്ല, വായുണ്ട് സംസാരിക്കില്ല, കാലുകളുണ്ട് നടക്കില്ല, മുഖമുണ്ട് മേക്കപ്പ് ചെയ്യില്ല. ആരാണ്? ആരായിരിക്കും കൂട്ടുകാരെ അത്? പാവക്കുട്ടിയാണ്. 15ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല, ഉറങ്ങാൻ രാജകൊട്ടാരമില്ല, കയ്യിലാണേൽ 1 രൂപ പോലും എടുക്കാനുമില്ല, എങ്കിലും ആളുകൾ എന്നെ രാജാവെന്ന് വിളിക്കുന്നു. ആരാണ്? ആരായിരിക്കും കൂട്ടുകാരെ അത്? സിംഹമാണ്, കാട്ടിലെ രാജാവ്. 16ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മേക്കപ്പ് ചെയ്യാൻ സാധിക്കാത്ത മുഖം ഏതാണ്? ഉത്തരമെന്തായിരിക്കും കൂട്ടുകാരെ? തുറമുഖം, ആമുഖം. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ രഹസ്യമായി ചെയ്യുന്നത് എന്താണ്? ഉത്തരം എന്തായിരിക്കും കൂട്ടുകാരെ? വോട്ടാണ്. ചോദ്യം 18. വെള്ളത്തിനടിയിലൂടെ നീന്താൻ കഴിവുള്ള പക്ഷി ഏതാണ്? ഇത് ഒരു GK ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ, ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ ഏതായിരിക്കും ആ പക്ഷി? പെൻഗ്വിനാണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ.
സാധാരണയായി ചൂടാകുമ്പോൾ ഉരുകുകയും തണുക്കുമ്പോൾ ഉറയുകയും ചെയ്യുന്നു. എന്നാൽ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ഉറയുന്നത് എന്താണ്? ഏതായിരിക്കും ആ സാധനം? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, മുട്ടയാണ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? മൂന്നക്ഷരമുള്ള മലയാളം വാക്ക് ഇടത്ത് നിന്നും വലത്ത് നിന്നും വായിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും എൻ്റെ പേര് ഒന്നാണ്. ഞാൻ ഇരുട്ടിൻ്റെ ശത്രുവാണ്. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം എന്തായിരിക്കും? ബൾബാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂട്ടുകാരെ. ചോദ്യം 12 ഉത്തരം ഗർഭിണി. ചോദ്യം 17 ഉത്തരം സോന. ശരിയായ ഉത്തരം നൽകിയത് ഒരാൾ മാത്രം. കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ATM നിന്ന് എടുക്കാൻ സാധിക്കാത്ത പണം ഏതാണ്? ഏതായിരിക്കും ആ പണം കൂട്ടുകാരെ? ഉത്തരം എന്തായിരിക്കും? ആരോപണമാണ്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ് നോക്കാം. എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ ആരാണ്? ഇതിന്റെ ഉത്തരങ്ങൾ കൂട്ടുകാർ കമന്റായി രേഖപ്പെടുത്തൂ. ഇതിന്റെ ഉത്തരം അടുത്ത എപ്പിസോഡിൽ അറിയിക്കുന്നതായിരിക്കും. വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. പുതിയ ഒരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.